ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സി ജോബ് ഇൻഫോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് UPSCയിൽ വന്നിരിക്കുന്ന വാക്കൻസികളെ കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ഡയറക്റ്റ് ആയിട്ടുള്ള നിയമനമാണ്, കേന്ദ്ര ഗവൺമെൻറ് ജോലിയാണ്, പരസ്യം ബ്രാൻഡ് കൊടുക്കുന്നുണ്ട്. ഇനി വാക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലോട്ട് ആർമിയിൽ 208 വാക്കൻസിയാണ്. അതിൽ 10 ഫീമെയിൽ വാക്കൻസി ഉണ്ട്. നേവിയിൽ 42 എയർഫോഴ്സിൽ ഫ്ലൈയിങ്ങിൽ 92 ഫീമെയിൽ വാക്കൻസിയാണ്. ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ 18 വാക്കൻസികളാണ്, 2 ഫീമെയിൽ വാക്കൻസി. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക് ഇതര വിഭാഗത്തിൽ 10 വാക്കൻസിയിൽ 2 വാക്കൻസികളാണ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നേവൽ അക്കാദമിയിൽ 30 വാക്കൻസികളാണ്. അതിൽ 9 വാക്കൻസി ഫീമെയിൽ വാക്കൻസി. അങ്ങനെ ആകെ ടോട്ടൽ 400 പോസ്റ്റുകളാണ് ഉള്ളത്. ശമ്പളം നോക്കുകയാണെങ്കിൽ 56,000 രൂപ മുതലാണ് സ്റ്റൈപ്പൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രായപരിധി വന്നിട്ട് 2005 ജൂലൈ 2 മുമ്പും 2008 ജൂലൈ 1 ശേഷവും ജനിച്ച അവിവാഹിതരായിട്ടുള്ള പുരുഷ സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. ഇനി ക്വാളിഫിക്കേഷൻ വന്നിട്ട് നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ ആർമി വിങ്ങിനായിട്ട് സ്കൂൾ വിദ്യാഭ്യാസം അഥവാ +2 ആണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള യോഗ്യതയുള്ള ഒരു എക്സാം പാസ്സായിരിക്കണം. നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ എയർഫോഴ്സ് നേവൽ വിങ്ങുകൾക്കും ഇന്ത്യൻ നേവൽ അക്കാദമിയിലെ 10-12 കേഡറ്റ് എൻട്രി സ്കീമിനും വേണ്ടത് 12th വിദ്യാഭ്യാസമാണ്, അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള ഒരു യോഗ്യതയാണ്. സയൻസ് സ്ട്രീമാണ് പറയുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവയിൽ പാസ്സായിരിക്കണം. അപേക്ഷാ ഫീസ് വരുന്നത് എല്ലാ ജനറൽ വിഭാഗങ്ങൾക്കും 100, SC ST ഫീമെയിൽ കാറ്റഗറിയിലേക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതായിട്ടില്ല. ഇനി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഒരു എഴുത്ത് പരീക്ഷ, പിന്നെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ വഴിയായിരിക്കും. കേരളത്തിലെ എക്സാമിനേഷൻ സെന്റേഴ്സ് വരുന്നത് കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിലാണ്. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് വായിക്കാം. ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഡിസംബർ 20-നാണെങ്കിലും അപേക്ഷകൾ അവസാനിക്കുന്നത് ജനുവരി 9 ഇനി ഫീസ് അടക്കാനുള്ള അവസാന തീയതി വരുന്നത് ജനുവരി 8 വൈകുന്നേരം 6 മണി വരെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.